Good evening, learners. ഇന്നലെ നമ്മൾ പ്രധാനമായിട്ട് ക്ലാസിക്കൽ ഇക്കോണമിക്സിൻ്റെ ഐഡിയാസാണ് നമ്മൾ കണ്ടത്. പക്ഷേ നമ്മൾ പറഞ്ഞു ഇന്നലെ ഞാൻ പെട്ടെന്ന് ഇച്ചിരി ധൃതി പിടിച്ച് പോയി. അപ്പം ഇനി അടുത്ത് നമ്മൾ കെയ്നീഷ്യൻ മോഡലിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഒന്നും കൂടി മനസ്സിലാക്കിയിട്ട് നമുക്ക് കെയ്നീഷ്യൻ മോഡലിലേക്ക് പോകാം. അപ്പോൾ ക്ലാസിക്കൽ മോഡൽ, കാരണം കെയ്ൻസ് 1930കളിലാണ് വരുന്നത്. അതിനു മുമ്പ് 1934-35 അടുക്കയപ്പോഴാണ് വരുന്നത്. നേരെ മറിച്ച് ഈ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് ഉള്ള സമയത്താണ് യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ദ ഗ്രേറ്റ് ഡിപ്രഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് ദേ കെയിം ഫോർവേഡ് വിത്ത് എ ലോട്ട് ഓഫ് സജഷൻസ്. പക്ഷെ ഇതൊന്നും യഥാർത്ഥത്തിൽ ഫലിച്ചില്ല. അങ്ങനെയാണ് കെയ്ൻസിൻ്റെ എപ്പോക്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു പ്രധാനമായിട്ടുള്ള ഒരു വർക്ക്, എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവരികയും അതനുസരിച്ച് നമ്മളുടെ വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള അൺഎംപ്ലോയ്മെന്റ്, പോവർട്ടി, ഇൻസെക്യൂരിറ്റി എമംഗ് ദ ഹൗസ് ഹോൾഡ്സ്, ഇതെല്ലാം അദ്ദേഹം മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസൈറ്റ് അദ്ദേഹം കൊണ്ടുവരികയാണ്. ഈ പ്രോബ്ലം എങ്ങനെ വേറെ രീതിയിൽ കൂടി മാനേജ് ചെയ്യാം. ഇങ്ങനെയാണ് ക്ലാസിക്കൽ കഴിഞ്ഞിട്ട് നിയോ ക്ലാസിക്കൽ കഴിഞ്ഞിട്ട് ക്ലാസിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ കെയ്നീഷ്യൻ്റെ കയ്യിലേക്ക് വരുന്നത്. കെയ്ൻസ് വാസ് വെരി വെരി കോൺഫിഡൻറ്റ്. അദ്ദേഹത്തിൻ്റെ കൈവശം അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള വെപ്പൺസ് ഉണ്ടായി. ഈ പ്രശ്നങ്ങൾ ദ ഗ്രേറ്റ് ഡിപ്രഷൻ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വെപ്പൺസ് അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട്. ആൻഡ് അദ്ദേഹം ഒരു പുതിയതായിട്ടുള്ള ഒരു ആശയം തന്നെ മുന്നോട്ട് വയ്ക്കുകയും പ്രത്യേകിച്ച് മേജർ ആയിട്ടുള്ള ഇക്കോണമികളെ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ സേലിയൻ ഫീച്ചേഴ്സ്, കെയ്ൻസിൻ്റെ സേലിയൻ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. ഇത് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നതിന് ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് എന്ത് പറഞ്ഞു, കെയ്ൻസിൻ്റെ വേർഷൻ എന്താണ്, വീണ്ടും ഓരോ പോയിന്റ് എടുത്തിട്ട് ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റിൻ്റെ ഐഡിയ എന്താണ്, അതെല്ലാം ഫെയിലായിപ്പോയി. അതുകൊണ്ടാണ് കെയ്ൻസ് ഹാസ് കം ഫോർവേഡ് വിത്ത് ന്യൂ ഐഡിയാസ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പറയാം ഡിമാൻഡ്. പിന്നെ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് പറയുന്നത് സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് എന്ന് പറയുന്നത്. പക്ഷേ കെയ്ൻസ് പറഞ്ഞത് സപ്ലൈ അല്ല, ഇറ്റ് ഈസ് ദ ഡിമാൻഡ് വിച്ച് ക്രിയേറ്റ്സ് the demand for a product encourages producers to come up with the products demanded. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ട് വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരാരും മേടിക്കുന്നില്ല. ജനങ്ങൾക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ആ വസ്തുക്കൾ ഡിമാൻഡ് ചെയ്യുമ്പോൾ അതനുസരിച്ച് ആദ്യമായിട്ടും മേഖലയിൽ വരുന്ന ആളുകൾക്ക് ഗ്രേറ്റർ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് കിട്ടും. അപ്പൊ സപ്ലൈ അല്ല ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. ഡിമാൻഡ് ക്രിയേറ്റ്സ് when people start demanding different commodities, goods and services. There will be entrepreneurs who will come forward to satisfy their wants to their maximum satisfaction. But demand alla, supply alla creates its own demand. ആദ്യമായിട്ട് കെയ്ൻസ് പറഞ്ഞത് it is the demand which creates its own demand for the product encourages producers, and therefore it is the demand which encourages producers to produce more and more of commodities. ഇനി rigidities in the price and wage rate. ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് പറയുന്നത് പ്രൈസസും വേജ് റേറ്റും അത് ഫ്ലെക്സിബിൾ ആണ്. അത് കാരണം ഇക്വിലിബ്രിയത്തിൽ അവർക്ക് പ്രശ്നമില്ല. എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇക്വിലിബ്രിയത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. Suppliers have monopoly power. Perfectly competitive markets do not exist. ഇതാണ് സപ്ലയേഴ്സിന് മൊണോപ്പൊളി പവർ ഉണ്ട്, പക്ഷേ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് യഥാർത്ഥത്തിൽ ഈ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റിന്റെ അഭിപ്രായത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ ആസ് വി ഗോ ഓൺ, കെയ്ൻസ് പറയുന്നത് wages and salaries in nominal terms, we resist downward movements in wages and salaries, and there are contracts which do not allow immediate revision of prices and wages. Appa wages and salaries, once it is fixed, പെട്ടെന്ന് മാറാൻ പറ്റുന്നില്ല. പേപ്പർ വായിക്കുന്നവർക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് ഇപ്പോൾ FSCTയിൽ ചില പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. കാരണം അവരുടെ ലോങ് ടേം വേജ് പാക്റ്റാണ്. എന്തോ 5 വർഷമോ 10 വർഷത്തിന് മുമ്പ് ഉണ്ടാക്കിയ എഗ്രിമെന്റ് ഇപ്പോഴും പഴയ എഗ്രിമെന്റ് അനുസരിച്ച് അവർക്ക് ശമ്പളം കിട്ടുന്നത്. അപ്പോൾ വേജസും സാലറീസും പെട്ടെന്ന് ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഫിക്സ്ഡ്. ദ സാലറീസ് ഓഫ് ദ വർക്കേഴ്സ് ഓരോ മാസവും മാറുന്നില്ല. ചിലപ്പോൾ
കോസ്റ്റ് ഓഫ് ലിവിങ് അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ക്ഷാമബത്തയിൽ ഇത്തിരി വ്യത്യാസം വരാം. പക്ഷെ അവരുടെ ബേസിക് സാലറി സ്ട്രക്ചർ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ കോൺട്രാക്ട് സൈൻഡ് ബൈ ദ മാനേജ്മെന്റ് ആൻഡ് ദ സോ കോൾഡ് ട്രേഡ് യൂണിയൻ ലീഡേഴ്സ്. അപ്പോൾ അത് കാരണമാണ് moreover adjustments in prices and wage rate as staggered over a period of time. പെട്ടെന്ന് വരികയൊന്നുമില്ല. മറ്റേ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് പറയുന്നത് ഏത് സമയത്തും വേജസും പ്രൈസസും ഫ്ലെക്സിബിൾ ആയത് കാരണം ഏത് സമയത്തും അവർക്ക് ഇക്വിലിബ്രിയത്തിൽ എത്താൻ പറ്റും. നോ, it is both these are fixed and therefore adjustments are not instantaneous. Then unemployment in an economy. ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് പറയുന്നത് നമ്മളുടെ ഒരു രാജ്യത്തിലും അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവില്ല. അൺഎംപ്ലോയ്മെന്റ് മീൻസ് നമ്മൾ ഉദ്ദേശിക്കുന്ന തൊഴിൽ മാത്രമല്ല, when all the resources of an economy including labor are employed we have got full employment. അപ്പോൾ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് പറയുന്നത് അൺഎംപ്ലോയ്മെന്റിന്റെ പ്രശ്നം ഉദിക്കുന്നില്ല. പക്ഷെ കെയ്ൻസ് പറയുന്നത് അൺഎംപ്ലോയ്മെന്റ് അത് ഒരു യൂഷ്വൽ ഫാക്ടർ, നോർമൽ ഫാക്ടറാണ്. കാരണം periodic fluctuations in unemployment can be neutralized by government interventions. ഇവിടെയാണ് ഞാൻ ഇന്നലെ പെട്ടെന്ന് പറഞ്ഞു പോയത്. എന്തെങ്കിലും കാരണവശാൽ പീരിയോഡിക് ആയിട്ട് കുറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് കുറെ ആളുകൾക്ക് തൊഴിലില്ല, മനസ്സിലായി, വിലക്കയറ്റം കാര്യമായിട്ടുണ്ട്, കുറെ ആളുകൾക്ക് തൊഴിലൊന്നുമില്ല, പട്ടിണിയും ദാരിദ്ര്യം ഇങ്ങനെയൊക്കെ ഉണ്ടപ്പോൾ ഗവൺമെന്റ് ആണ് മുന്നോട്ട് വരേണ്ടത്. ഗവൺമെന്റ് ഷുഡ് പമ്പ് ഇൻ മോർ മണി ഇൻ ടു സർക്കുലേഷൻ. വെറുതെ ആളുകൾക്ക് പണം കൊടുത്തുകൊണ്ട് വിധിച്ചു കൊടുക്കാനല്ല, ഡെവലപ്മെന്റൽ വർക്കുകൾ, പ്രത്യേകിച്ച് ലോങ് ടേം ആയിട്ടുള്ള ഡെവലപ്മെന്റ് വർക്കുകൾ ഗവൺമെന്റ് ടേക്ക് ഓവർ ചെയ്യണം. പാലങ്ങൾ പണിയോ അല്ലെങ്കിൽ ഹൈവേകൾ പണിയോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ജനറേഷന് വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റികൾ വർദ്ധിപ്പിക്കുകയോ ഇതെല്ലാം ചെയ്യുമ്പോൾ കുറെ ആളുകൾക്ക് തൊഴിൽ കിട്ടും, വരുമാനം കിട്ടും, ഇക്കോണമി വിൽ ഗോ ഓൺ സ്മൂത്ത്ലി. അപ്പോൾ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് നിന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ സിറ്റുവേഷൻ മോശമാവുള്ളൂ. അപ്പോൾ അതില്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പീരിയോഡിക് ഫ്ലക്ച്വേഷൻ അൺഎംപ്ലോയ്മെന്റ് ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് പറഞ്ഞ പോലെ ലെസഫെയറിൽ പറഞ്ഞ പോലെ ഗവൺമെന്റിന് ഒരു പാസീവ് റോളാണ്. ക്രമസമാധാനം നിലനിർത്തിക്കൊണ്ട് പോവുക, രാജ്യത്തിന്റെ അതിർത്തികൾ കാക്കുക, ഇതെല്ലാമാണ് പ്രധാനമായിട്ടുള്ള ഗവൺമെന്റ് ജോലി. അതല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ഗവൺമെന്റ് they should pump in more money into circulation whenever there is a down. ups and സമയത്ത് അങ്ങനെയല്ല, but whenever there is down in an economy, some problem in unemployment, then government intervention. ഇതും അതിന്റെ ഒരു ബാക്കിയുള്ള ഒരു പോയിന്റ് ആണ്. അഗ്രിഗേറ്റഡ് ഡിമാൻഡ് താഴ്ത്തോട്ട് പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം ജനങ്ങൾ സാധന സേവനങ്ങൾ മേടിക്കാനായിട്ടുള്ള കഴിവില്ലാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ കയ്യിൽ പണമില്ല. സ്വകാര്യ സ്ഥാപനങ്ങൾ ആ സമയത്ത് നിക്ഷേപം നടത്തുമെന്ന് വിചാരിക്കുന്നില്ല. ഈ കോവിഡിന്റെ സമയത്തെല്ലാം മനസ്സിലായോ, പല വ്യവസായ സ്ഥാപനങ്ങളും പൂട്ടിവെക്കാനും അനിശ്ചിതമാണ്. എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ പാടില്ല. വാട്ട് വിൽ ബി ദ ആഫ്റ്റർ ഇഫക്ട്സ്? ആ സമയത്ത് ഗവൺമെന്റ് പിന്നോട്ട് മാറിയിരിക്കുന്നത്. ഗവൺമെന്റ് ഷുഡ് നോട്ട് ഫീൽ ഷൈ. ഗവൺമെന്റ് ഷുഡ് കം ഫോർവേഡ്. ഓക്കെ, they should have an active role and important roles should be taken up in the economy. If there is large scale unemployment, the government should create jobs through investment in productive activities. Unnecessary ആയിട്ട് ജനങ്ങൾക്ക് ഡോൾ ഔട്ട് ചെയ്യണല്ല. അൺഎംപ്ലോയ്മെന്റ് പെൻഷൻ കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. ആ പണം ഉപയോഗിച്ചുകൊണ്ട് നിക്ഷേപം, തൊഴിലവസരങ്ങൾ നിക്ഷേപിത്തക്ക രീതിയിലുള്ള പ്രൊഡക്റ്റീവായിട്ടുള്ള ഉത്പാദനപരമായിട്ടുള്ള മേഖലകളിൽ ഗവൺമെന്റ് നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും തൊഴിലവസരങ്ങൾ കിട്ടും. എല്ലാ വിഭവങ്ങൾക്കും ലാൻഡ് വിൽ ബി യൂട്ടിലൈസ്ഡ്, ലേബർ വിൽ ബി എംപ്ലോയിഡ്, capital also will be well utilized. The entrepreneurs, when there is a higher demand, income വർദ്ധിക്കുമ്പോൾ ഡിമാൻഡ് കൂടും. ആ സമയത്ത് ഡിമാൻഡ് കൂടുമ്പോൾ the demand creates, or it actually encourages producers to produce more and more of commodities. If inflation is high, government should adhere to strict restrictive policies. ഏതെങ്കിലും കാരണവശാൽ ഇൻഫ്ലേഷൻ രാജ്യത്ത് കൂടുതലാണെങ്കിൽ, നാണയപ്പെരുപ്പം കൂടുതലാണെങ്കിൽ ആ സമയത്ത് പോയി ഗവൺമെന്റ് വീണ്ടും പോയി നിക്ഷേപം നടത്തരുത്. ഗവൺമെന്റ് പഴയ കടങ്ങൾ കൊടുത്തു തീർക്കാനായിട്ട് ആ സമയത്ത് ശ്രമിക്കണം. കാരണം നാണയപ്പെരുപ്പം കൂടുതലാണ്.
അപ്പൊ പഴയ കടങ്ങൾ കൊടുത്തു തീർക്കുക, മിച്ചം വെക്കുക, വരുമാനത്തിൽ ടാക്സ് കിട്ടുന്ന ടാക്സിൽ കൂടിയോ മറ്റു മേഖലയിൽ കൂടിയോ കിട്ടുന്ന വരുമാനം ഗവൺമെന്റ് എന്ത് ചെയ്യുക, സർപ്ലസ് ബഡ്ജറ്റ് ഉണ്ടാക്കാൻ നോക്കുക, പഴയ കടങ്ങൾ കൊടുത്തു തീർക്കുക. ഇതെല്ലാമാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത്. ഇനി അഗ്രിഗേറ്റ് സപ്ലൈ കർവ്, ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് പറയുന്നത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു തരാൻ, അഗ്രിഗേറ്റ് സപ്ലൈ കർവ് എന്താണ്? ഇറ്റ് ഈസ് എ വെർട്ടിക്കൽ സ്ട്രേറ്റ് ലൈൻ. നേരെ മറിച്ച് ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് വേർ ലോങ് റണ്ണിൽ അഗ്രിഗേറ്റ് സപ്ലൈ കർവ് സ്ട്രേറ്റ് ലൈൻ ആണ്, വെർട്ടിക്കൽ ആണ്. പക്ഷേ നമ്മുടെ കെയ്ൻസ് പറയുന്നത്, ജോൺ മേനിയാർഡ് കെയ്ൻസ്, അദ്ദേഹത്തിന്റെ ഫുൾ നെയിം ജോൺ മേനിയാർഡ് കെയ്ൻസ് പറയുന്നത് ഷോർട്ട് റൺ. ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് ലോങ് റൺ മാത്രമേ നിലവിലെടുക്കുന്നുള്ളൂ. ഷോർട്ട് റണ്ണിൽ നമ്മൾ പറഞ്ഞ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും വരുത്താൻ പറ്റില്ലെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കെയ്ൻസ് പറയുന്നത് ഷോർട്ട് റൺ ഈസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടന്റ്. കാരണം ഷോർട്ട് റണ്ണിൽ അഗ്രേറ്റ് സപ്ലൈ കർവ് എന്താണ്? ഹൊറിസോണ്ടൽ ആണ്. ദാറ്റ് ഈസ് if the available resources in the economy are in the short run, aggregate supply curve is horizontal. If the available resources in the economy are underutilized, എപ്പോഴാണ് unemployment ഉണ്ടാകുന്നത്? When the total resources of an economy, including labor, when they are underutilized, and therefore aggregate demand will result in increase in output without increasing prices. അപ്പോൾ കൂടുതൽ, since it is a horizontal line, അദ്ദേഹം പറയുന്നത് the increase in aggregate demand will result in increase in output and without increasing prices. So let us sum up. ഇത് നിങ്ങൾ പ്രത്യേകിച്ച് പരീക്ഷയ്ക്ക് മുമ്പ് പോകുന്നത് ഇതിന്റെ ഏറ്റവും കൂടുതലായിട്ട് എസൻസ് കൊടുത്തിരിക്കുന്നത് ഈ ലെറ്റർ സം അപ്പിലാണ്. ഇത്രയും നമ്മൾ പഠിച്ച ആ ഒരു ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട്. Okay, classical economists stress the theory of invisible hand. Demand and supply equilibrium എത്തുന്നത് വേറെ ആരുടെയും ബാഹ്യമായിട്ടുള്ള പ്രേരണ കൊണ്ടല്ല. There is an invisible hand. സപ്ലൈ കൂടുതലാണെങ്കിൽ എന്തായിരിക്കും? വില കുറവായിരിക്കും. ഡിമാൻഡ് കൂടുതലാണെങ്കിൽ വില കുറവായിരിക്കും. സപ്ലൈ കൂടുതലാണെങ്കിലും അതേപോലെ തന്നെ വില കൂടുതലായിരിക്കും, കുറവായിരിക്കും. സോ ഇറ്റ് വിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ invisible hand. There is an invisible hand. We don't say who it is. Natural ആയിട്ട് ഡിമാൻഡ് കൂടുതലാണെങ്കിൽ ഡിമാൻഡ് സാവധാനം താഴേക്ക് വരികയും സപ്ലൈ കൂടുതലാണെങ്കിൽ ആളുകൾ വില കുറച്ചാൽ മാത്രമേ ആളുകൾ മേടിക്കുള്ളൂ. അപ്പൊ സാവധാനം വില കുറച്ച് കൊണ്ടുവരുന്നു, സാവധാനം വില കുറച്ചിട്ട് വന്ന് ആ ഇക്വിലിബ്രിയം പോയിന്റിൽ വന്ന് സെറ്റിൽ ചെയ്യുകയും ചെയ്യും. ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് അവർ പറഞ്ഞ് ഗവൺമെന്റ് ഇന്റർവെൻഷൻ പാടില്ല, ഗവൺമെന്റ് ഷുഡ് ബി അസൈൻഡ് ഓൺലി വിത്ത് ദ പോലീസ് ഡ്യൂട്ടി. പക്ഷേ ഇവിടെ പറയുന്നത് ഇൻ ഡിറ്റർമിനേഷൻ ഓഫ് ഔട്ട്പുട്ട്, എംപ്ലോയ്മെന്റ്, പ്രൈസസ് ആൻഡ് വേജസ് അക്കോർഡിംഗ് ടു ദം adjust to any kind of disturbances through the movement of prices and wage rate, the equilibrium is attained again quickly. But classical economists പറയുന്നതാണ്, according to them, economy adjusts to any kind of ups and downs. ഞാൻ പറഞ്ഞത് ഒരിക്കലും, പ്രത്യേകിച്ച് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി ഒരിക്കലും സ്റ്റേബിൾ അല്ല. There is also a lot of ups and downs. Ups and downs എന്ന് പറഞ്ഞത് the 4 phases of business cycles. അപ്പോൾ അവർ പറയുന്നത് ഈ ഡിസ്റ്റർബൻസസ് ത്രൂ മൂവ്മെന്റ് ഓഫ് പ്രൈസോ വേജ് റേറ്റിലോ ഉണ്ടായ ഇക്വിലിബ്രിയത്തിലോ ഉണ്ടാകുന്ന മൂവ്മെന്റ്, അതെല്ലാം ഇക്വിലിബ്രിയത്തിൽ പെട്ടെന്ന് അത് നേരെ ആകുകയും ചെയ്യും ത്രൂ ദ ഇൻവിസിബിൾ ഹാൻഡ്. അത് കാരണം അഗ്രിഗേറ്റ് സപ്ലൈ കർവ് വെർട്ടിക്കൽ ആണ്, റെഡ്യൂസിങ് ദ റോൾ ഓഫ് ദ അഗ്രിഗേറ്റ് ഡിമാൻഡ് ടു ദ മിനിമം. പക്ഷെ നേരെ മറിച്ച് കെയ്ൻഷ്യൻ എക്കണോമിക്സ് എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ക്ലാസിക്കൽ ഇക്കോണമിക്സിന്റെ ഓപ്പോസിറ്റ് ആണ് പറയുന്നത്. They believed that in case the economy go through bad times, ഞാൻ പറഞ്ഞ കാര്യം പിന്നെയും പറയുന്നതാണ്. ഇക്കോണമി ഏതെങ്കിലും കാരണവശാൽ ബാഡ് ടൈംസ് വരികയാണ്, കൊറോണ അല്ലെങ്കിൽ കോവിഡ് അതേപോലത്തെ എല്ലാ മാന്ദ്യങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇക്കോണമിയിൽ ഇത് റിസഷൻ ഉണ്ടാകുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇറ്റ് ഇസ് ദ റോൾ ഓഫ് ദ ഗവൺമെന്റ്. അപ്പോഴാണ് ഗവൺമെന്റ് ഇന്റർഫിയർ ചെയ്യുന്നത്. അത് മാറി നിൽക്കുകയല്ല. ആളുകൾ വഴക്കിടുമ്പോൾ ഞങ്ങൾ വന്ന് പോലീസുകാരെ പോലെ അവരുടെ അടുത്ത് നോക്കാം. പാകിസ്ഥാനോ ചൈനയായിട്ട് യുദ്ധം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ നിങ്ങളെല്ലാവരും സംരക്ഷിക്കാം. അതല്ല, ഗവൺമെന്റ് ഹാസ് ഗോട്ട് ആൻ ആക്റ്റീവ് റോൾ. They should pump in more money into circulation. Price, wage rate and output do not adjust. Classical economists പറഞ്ഞ പോലെ
പ്രൈസസും വേജസും ഔട്ട്പുട്ട് എല്ലാം പെട്ടെന്ന് സപ്ലൈ ആയിട്ടൊന്നും ഡിമാൻഡ് കണ്ടീഷനായിട്ട് അഡോപ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ ഇല്ലാതെ ഇഫ് ദ ഗവൺമെന്റ് ഈസ് ഇഫ് ദ ഇക്കോണമി ഈസ് ലെഫ്റ്റ് ടു ഇറ്റ്സെൽഫ്, എല്ലാ പ്രശ്നത്തിനും ഇക്കോണമി തന്നെ അല്ലെങ്കിൽ പരിഹാരം കാണണമെന്ന് വേണ്ടിയിട്ട് ഉണ്ടെങ്കിൽ ലോങ് പീരീഡ് വിൽ ബി റിക്വയർഡ് ഫോർ ദ ഇക്കോണമി ടു അറ്റൈൻ ഇക്വിലിബ്രിയം കണ്ടീഷൻ. പെട്ടെന്നും പരിയൊന്നുമില്ല. ഇറ്റ് വിൽ ബി ഇൻവിസിബിൾ ഹാൻഡ് ആണ് ഇവരുടെ പ്രധാനപ്പെട്ട ട്രംപ് കാർഡ്. അത് പറഞ്ഞ ഇൻവിസിബിൾ ഹാൻഡ് കൊണ്ട് എന്തെങ്കിലും ഡിസ്റ്റർബൻസസ് ഉണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ് ഇൻവിസിബിൾ ഹാൻഡ് അത് പൂർണ്ണ തോന്നില്ല പഴയ രൂപത്തിൽ ഇക്വിലിബ്രിയത്തിൽ കൊണ്ടുവരും. പക്ഷേ നോർമൽ റേറ്റിൽ കെയ്ൻസ് പറയുന്നത് അഥവാ ഏതെങ്കിലും രാജ്യത്തിൽ ഡിസ്ഇക്വിലിബ്രിയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ it will come to a normal level, but it will take a long period will be required for the economy to attain equilibrium conditions. The Keynesian model of income determination. ഇതിനകത്ത് ഒബ്ജക്റ്റീവ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്കറിയാം, നമ്മൾ നാഷണൽ ഇൻകം നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് 3 മെത്തഡിൽ കൂടിയാണ്. ഏതൊക്കെയാണ്? ഔട്ട്പുട്ട് മെത്തഡ്, ഇൻകം മെത്തഡ് ആൻഡ് ഫൈനലി എക്സ്പെൻഡിച്ചർ മെത്തഡ്. ഈ 3 മെത്തഡാണ് നമുക്ക് ആകെയുള്ള ദ ഡിഫറെൻറ്റ് വേസ് ഓഫ് മെഷറിംഗ് ദ ലെവൽ ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റി. നമ്മൾ പറഞ്ഞു രാജ്യത്തിൻ്റെ വിവിധ തരത്തിലുള്ള ഇക്കണോമിക് ആക്ടിവിറ്റീസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന 3 മെത്തഡാണ്. ഇത് ഏത് മെത്തഡ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഏത് മെത്തേഡ് ഉപയോഗിച്ചാലും ഒരേ ഒരു കൺക്ലൂഷനിൽ തന്നെ തിരിച്ചെത്തണം. നമുക്കൊരു സൈഡ് ഒരു ഡെസ്റ്റിനേഷനിൽ പോകണമെങ്കിൽ പല വഴികളുണ്ടാവും. പക്ഷെ ഏത് വഴി കൂടി പോകണമെങ്കിൽ ചിലപ്പോൾ ഒരു വഴി ഇച്ചിരി നീട്ടമായിരിക്കും, ഒരു വഴി ചിലപ്പോൾ ഷോർട്ടസ്റ്റ് കട്ടായിരിക്കും, ഒരു വഴി ചിലപ്പോൾ കുറച്ചും കൂടെ അധികം സ്ട്രെയിൻ എടുക്കാത്ത വഴിയായിരിക്കും, ചിലപ്പോൾ ഒരു വഴി മോശമായിരിക്കും. പക്ഷേ ഏത് വഴി കൂടി പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്താണ്, അവിടെ ചെന്ന് എത്തണം. അതാണ് ഈ ഇക്കണോമിക് ആക്ടിവിറ്റി നമ്മൾ മെഷർ ചെയ്യാൻ ഉപയോഗിച്ച 3 മെത്തേഡ്സ്: എക്സ്പെൻഡിച്ചർ മെത്തഡ്, ഇൻകം മെത്തഡ് ആൻഡ് ഇൻകം മെത്തഡ്, എക്സ്പെൻഡിച്ചർ മെത്തഡ് ആൻഡ് ഔട്ട്പുട്ട് മെത്തഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇനി ഇവിടെ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ട്, കെയ്നീഷ്യൻ മോഡലിൽ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ട് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, we assume that at the equilibrium level demand for and supply of output are equal. അതാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഡിമാൻഡ് സപ്ലൈയും തുല്യതയിലെത്തുന്ന പോയിന്റിനാണ് നമ്മൾ പറയുന്നത് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് prices are fixed and firms are willing to sell any amount of output at a given price level. വിലയ്ക്ക് കാര്യമായിട്ട് സ്വാധീനമൊന്നുമില്ല. നിലവിലുള്ള വിലയ്ക്ക് പെർഫെക്റ്റ് കോമ്പറ്റീഷനാണ്. നിലവിലുള്ള വിലയ്ക്ക് ഓണ്ടർപ്രനേഴ്സിന് അല്ലെങ്കിൽ വിൽപ്പനക്കാർക്ക് എത്ര വേണമെങ്കിലും അവർക്ക് വിൽക്കാനായിട്ട് അവർക്ക് സാധിക്കും. അപ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ്, ദർ ഈസ് കോൺസ്റ്റന്റ് പ്രൈസസ്. ഡിമാൻഡ് സൈഡിൽ പ്രൈസസ് ആർ കോൺസ്റ്റന്റ്. രണ്ടാമത് സപ്ലൈ സൈഡിൽ the curve is horizontal, not vertical. കെയ്ൻസ് പറയുന്നത് in the Keynesian model, the aggregate supply, aggregate demand അല്ലെങ്കിൽ price is fixed, almost fixed, constant ആണ്, fixed ആണ്, and therefore it is what is known as the prices are very the aggregate demand assuming constant prices is very important. കാരണം we assume that the prices are fixed and the firms are willing to sell any amount of commodities at the existing prices. Perfect competitionally, firms are price takers, not price makers. അപ്പോൾ അഗ്രിഗേറ്റ് സപ്ലൈ കർവ് ഹൊറിസോണ്ടൽ ആണ്. ആൻഡ് ഇയർ നമ്മൾ കൺസംഷൻ ഫംഗ്ഷൻ, അതുപോലെ തന്നെ ഫാക്ടേഴ്സ് ഡിസൈഡിങ് അപ്പോൺ അഗ്രിഗേറ്റ് ഡിമാൻഡ്, അതുപോലെ തന്നെ മൾട്ടിപ്ലയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത്. സോ ഇക്വിലിബ്രിയം ആൻഡ് അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്താണ് നമുക്കറിയാം. നമ്മൾ എന്തുമാത്രം സാധന സേവനങ്ങൾ മേടിക്കുന്നുവോ അതിനെയാണ് നമ്മൾ പറയുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡ്. ഒരു ഇക്കോണമിയിൽ എന്തെല്ലാം സാധന സേവനങ്ങൾ മേടിക്കുന്നുവോ. ദെൻ അഗ്രിഗേറ്റ് ഡിമാൻഡിൽ പങ്കാളികളായിട്ട് 4 പ്രധാനപ്പെട്ട വ്യക്തികളാണ്. നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഒന്ന് കൺസംഷൻ, 4 പ്രധാനപ്പെട്ട മേഖലകളാണ്. ഒന്ന് കൺസംഷൻ, രണ്ടാമത് കൺസംഷൻ മീൻസ് ഹൗസ് ഹോൾഡ്സ്, ഇൻവെസ്റ്റ്മെന്റ് മീൻസ് ബിസിനസ് യൂണിറ്റ്സ്, അതുപോലെ തന്നെ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, മൂന്നാമത് നെറ്റ് എക്സ്പോർട്സ് മീൻസ് ദാറ്റ് ഈസ് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്സ്. ഇതാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു. ഓരോ പ്രാവശ്യം ഇഷ്ടം പോലെ ഇക്വേഷൻസ് വരികയാണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ഇനി ഓരോന്ന് വരുന്നിട്ട് ഇനി പറഞ്ഞുതരാൻ പറ്റുന്നില്ല. ഓരോ പ്രാവശ്യം പറയുമ്പോഴും
അത് ശ്രദ്ധിച്ചിരിക്കുക. എന്താണ് അഗ്രിഗേറ്റ് ഡിമാൻഡും ഇതിൻ്റെ ഇഷ്ടം പോലെ ഇതുപോലെ തന്നെ ഇതാണിത്, ഇത് വരികയാണ്. അപ്പോൾ നോക്കിക്കോളണം, ഓരോ പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞ ആ പോയിന്റിൽ തന്നെ നമ്മൾ അവിടെ കിടക്കും, പോവില്ല, എങ്ങും പോവില്ല. സോ AD ഈസ് ഈക്വൽ ടു C plus I plus G plus NX. Aggregate demand is equal to consumption plus investment plus government expenditure and from net exports. So aggregate demand for goods and services to be constant, and we have got a horizontal. അത് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ. And aggregate demand curve, it's a horizontal curve. It means that AD is independent of income and output level. Aggregate demand, it does not depend upon income, or it does not depend upon the output levels. So output level, that means the output level means supply. Output level is presented on the x-axis, while aggregate demand is shown on the y-axis. Aggregate demand is, it is horizontal curve. It means that AD is independent of income. Then aggregate supply curve, it is presented on the x-axis, and while aggregate demand is on y-axis. Then ഈ 45 ഡിഗ്രിയുടെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട്, എന്താണ് ഈ 45 ഡിഗ്രി? This is the 45 degree line. This 45 degree line shows aggregate demand is equal to Y. In other words, എന്താണ് Y എന്ന് പറയുന്നത്? In other words, this line represents the locus of the equilibrium points where aggregate demand is equal to the aggregate output level. So aggregate demand Y here stands for the output level. Any point on this will have equilibrium. ഇവിടെ മാത്രമല്ല, any point on this aggregate demand. In other words, the line represents the locus of all the 45 degree line represents all the locus of equilibrium points where aggregate demand is equal to aggregate output is equal to the output level. Okay, this is it. In case the AD is horizontal, let us suppose that the aggregate demand curve horizontal ആണ് നോക്കുക, we can say that equilibrium exists at the point horizontal. This is the E is the equilibrium point, and output is OY. Equilibrium point at E, output is OY. Then ഏതെങ്കിലും കാരണവശാൽ ഈ ഔട്ട്പുട്ട് ലെഫ്റ്റ് ഓഫ് വൈയിലേക്ക്, Y1ലേക്ക്, if the firm produces to the left of Y, aggregate supply will be less than aggregate demand, and there is a rundown on the existing inventories. അവിടെ equilibrium ഇല്ല. If Y is in case the producer, or to the in case the firms produce to the left of Y, that means aggregate supply will be less and than the aggregate demand, and there is a run. That means since the supply is less, inventories, raw materials, semi-manufactured commodities, ഇതെല്ലാം ഭയങ്കര, there is a rundown. That means ഇതെല്ലാം എക്സസ് ആയിട്ട് ഇക്കോണമിയിൽ നിൽക്കുകയും ചെയ്യും. On the other hand, വൈഡ് റൈറ്റ് സൈഡിലേക്കാണ് പോകണമെന്ന് വെച്ചോ, അവിടെ എക്സസ് സപ്ലൈ ആണ്. The supply becomes more, and therefore all inventories will increase. In both the cases, there will be movement towards Y. എന്താണെങ്കിലും towards, in both the cases, എന്താണ് അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈയുടെയും ഏത് കേസിലാണെങ്കിലും there is a tendency for the economy to come down to the equilibrium E, where at E the firms are selling exactly what the people are demanding. Therefore, in case of a deviation from Y1, we have a positive or negative unplanned inventory investments. That means inventories are not planned. ലെഫ്റ്റ് ആണെങ്കിൽ ഇക്വലിബ്രിയത്തിൽ അല്ലാതെ മറ്റ് ഏതെങ്കിലും പോയിന്റിലാണ് Y1 പോവുകയാണെങ്കിൽ, then we have a ഒന്നിലേക്ക് പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് ഇൻവെന്ററി പ്ലാൻഡ് ഇൻവെന്ററി ഇൻവെസ്റ്റ് ആയിരിക്കും. അതിൻ്റെ ഇതാണ് പിന്നെ ഫോർമുലയാണ് കൊടുത്തിരിക്കുന്നത്. UI is equal to Y minus AD, where UI is unplanned economy. So when Y is more than AD, we find that UI is positive.
then y is less than AD, we find UI is negative, and the existing inventory to be used in order to meet the aggregate demand. It is also called unplanned investment. This leads to the equilibrium condition y is equal to AD. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ കണ്ടത്, ഇക്വിലിബ്രിയം ആൻഡ് അഗ്രിഗേറ്റ് ഡിമാൻഡ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് കൺസംഷൻ ഫംഗ്ഷൻ. അപ്പൊ ഡിമാൻഡ് കണ്ട് മനസ്സിലായോ, അഗ്രിഗേറ്റ് ഡിമാൻഡ് കണ്ട്, ഇനി അഗ്രിഗേറ്റ് കൺസംഷൻ നമുക്ക്. കൺസംഷൻ, വൺ ഓഫ് ദ മേജർ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസംഷൻ, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ. Demand means we actually consume. We demand to consume and satisfy our utility. Appo aggregate demand is, or the one of the major determinants of aggregate demand is consumption expenditure അല്ലെങ്കിൽ consumption. So നമുക്കറിയാം, ഓരോരുത്തരുടെയും സാധാരണഗതിയിൽ വരുമാനം വർദ്ധിക്കുമ്പോൾ അവർ അതിലെ ഒരു ചെറിയ ഭാഗമെങ്കിലും അവർ കൂടുതലായിട്ട് അവർ സ്പെൻഡ് ചെയ്യാൻ നോക്കും. കുറച്ചും കൂടെ കൂടുതലായിട്ട്, കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അവർ മേടിക്കാൻ നോക്കും. വരുമാനം കൂടുതലാണ്. നേരത്തെ വരുമാനം കുറവായിരുന്നു, അന്നേരത്തേക്ക് they might have felt it very difficult to make the both ends meet. ഇവിടെ അങ്ങനെയല്ല. as income increases, that's a general tendency. ശരിയോ, നിങ്ങൾ ചിലപ്പോൾ സാധാരണ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന ക്ലോത്തിൽ നിന്ന് ചിലപ്പോൾ യു മേ ഗോ ഫോർ എ ബ്രാൻഡഡ് കമോഡിറ്റി. വൈ? ബിക്കോസ് യുവർ ഇൻകം ഹാസ് ഇൻക്രീസ്ഡ്. സപ്പോസ് യു ഗെറ്റ് എ ഗുഡ് ജോബ്. നേരത്തെ അച്ഛനും അമ്മനെ ആശ്രയിച്ചിരിക്കണം, അപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കണമെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ ലീസ്റ്റ് എക്സ്പെൻസിൽ നിങ്ങൾ പോകും. ബട്ട് സപ്പോസ് യു ഗെറ്റ് എ വെരി ഗുഡ് ജോബ് ആൻഡ് യു ഗെറ്റ് എ റീസണബിളി ഗുഡ് ഇൻകം, then you think of having branded commodities. So as income increases, the expenditure, consumption expenditure also rises. കൺസംഷൻ, അത് കാരണം കൺസംഷനും ഇൻകമും പോസിറ്റീവ്ലി റിലേറ്റഡ് ആണ്. പോസിറ്റീവ് റിലേറ്റഡ് മീൻസ് ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ കൺസംഷനും ഇൻക്രീസ് ചെയ്യും. ദെൻ വി ഇഗ്നോർ ദ ടൈം ബീങ് ദാറ്റ് ദർ ഈസ് നോ റോൾ ഓഫ് ഗവൺമെന്റ്. ഇവിടെ നമ്മൾ പറഞ്ഞു ഗവൺമെന്റ് റോളില്ല. നമ്മൾ രണ്ടാര് എടുത്തിരിക്കുന്നത് എന്താണ്? കൺസംഷനും ഇൻവെസ്റ്റ്മെന്റ് എടുത്തിട്ടുള്ളത്. ദെർഫോർ വാട്ട് ഈസ് ഡിസ്പോസബിൾ ഇൻകം? ഗവൺമെന്റിന് കൊടുക്കാനായിട്ടുള്ള ടാക്സും ഫൈനെല്ലാം കൊടുത്തതിന് ശേഷം ബാക്കി കൈവശമുള്ള പണം ടു സ്പെൻഡ്, അതിനെ പറഞ്ഞ ഡിസ്പോസിബിൾ ഇൻകം. പക്ഷെ ഇവിടെ ഗവൺമെന്റ് യാതൊരു പങ്കുമില്ല. ഗവൺമെന്റ് ടാക്സ് കൊടുക്കണ്ട, ഗവൺമെന്റ് ഫൈൻ കൊടുക്കണ്ട. അപ്പോൾ ഡിസ്പോസിബിൾ ഇൻകത്തിന്റെ പ്രശ്നം ഉദിക്കുന്നില്ല. ആൻഡ് ദെർഫോർ വി കൺസിഡർ ദ ടോട്ടൽ ഇൻകം ഫോർ ഫൈൻഡിങ് ഔട്ട് ദ കൺസംഷൻ. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അഥവാ ആളുകൾക്ക് ഒരു വരുമാനം കിട്ടില്ലെങ്കിൽ അവർ പട്ടിണി കിടക്കൂല, കൺസ്യൂം ചെയ്യാതിരിക്കൂല. മേ ബി ഒരു നേരം വേണമെങ്കിൽ പട്ടിണി കിടക്കാം. അവർ കൺസ്യൂം ചെയ്യാതിരിക്കുന്നില്ല. ദേ വിൽ കൺസ്യൂം. അവരെന്ത് ചെയ്യും? ഒന്നില്ലെങ്കിൽ അവരുടെ പഴയ മിച്ചം വെച്ചത് അവർ തിരിച്ചെടുക്കും, അല്ലെങ്കിൽ അവരുടെ കൈവശമുള്ള വളയോ എന്തെങ്കിലും മാലയോ എന്തെങ്കിലുമൊക്കെ കൊണ്ട് പണയം വെച്ചുകൊണ്ട് ബാങ്കിലോ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിലോ കൊണ്ട് പണയം വെച്ചിട്ട് ഒരു വരുമാനം ജനറേറ്റ് ചെയ്യും. കാരണം ദേ കനോട്ട് ഫോർ ലോങ്, അവർക്ക് പട്ടിണി കിടക്കാൻ സാധിക്കുന്നില്ല. So even if the income is zero, individuals still consume and hence consumption function is entirely. അപ്പൊ ഇൻകം ഇല്ലെങ്കിലും ആളുകൾ കൺസ്യൂം ചെയ്യും. അതവർ വേറെ ഏതെങ്കിലും മാർഗങ്ങൾ കടമെടുക്കും, ചിലപ്പോൾ എന്തെങ്കിലും കൺസ്യൂം ചെയ്യും. Therefore, individuals are expected to sell off their assets and stocks and bonds. Therefore, what is this consumption function? C is equal to C bar. എന്നാണ് പറഞ്ഞത്. C bar. C is equal to C bar plus C, small c is a consumption, then the other one is a output. So if C bar is greater than 0 and C bar can be less than consumption, as 0 can be, C can be less than 0 can be less than C, and which can be less than 1. There. അടുത്ത പോയിന്റ് ഞാൻ പറയാൻ പോകുന്നത് വാട്ട് ഈസ് ഇന്റർസെപ്റ്റ് എന്നാണ്. ഇന്റർസെപ്റ്റ് മീൻസ് ബ്ലോക്ക് ചെയ്യുക. If you go and look at the dictionary, you will say intercept means C is the intercept. That is the level of consumption when it is 0. That is for each rupee increase in income, the level of consumption increases by C. നമ്മൾ പറഞ്ഞു വരുമാനം വർദ്ധിക്കുന്നതനുസരിച്ച് കൺസംഷൻ മൊത്തത്തിൽ ചിലപ്പോൾ കൺസ്യൂം ചെയ്യില്ല. ഇത് അതിനെ പറഞ്ഞത് ദ സ്ലോപ്പ് ഓഫ് ദ കൺസംഷൻ ഫംഗ്ഷൻ. ഇനി അതാണ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. മറക്കരുത്. ഒരു പ്രാവശ്യം പറഞ്ഞു തരും, 2 പ്രാവശ്യം പറഞ്ഞു തരാം. ഇനി ഇതിങ്ങനെ എം പി സി എന്ന് പറഞ്ഞു വരും. മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം മീൻസ്
the part of the income which is used for consumption, the part of the increase in income. 10 രൂപ വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ശമ്പളത്തിൽ 10 രൂപ വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ the part of the increase in income 10 രൂപയാണ്. എത്രയാണ് അവര് കൺസംഷന് വേണ്ടിയിട്ട് ചെലവാക്കുന്നത്? 8 രൂപ ചെലവാക്കുകയാണെങ്കിൽ that 8 രൂപയാണ് the marginal propensity to consume എന്ന് പറയുന്നത്. അല്ലെങ്കിൽ it is the slope of the consumption function എന്ന് പറയുന്നത്. MPC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it will lie between 0 and 1. ചിലപ്പോൾ അവർ ഒട്ടും ഇത് ചെയ്യില്ല. ചില സർക്കാർ ജോലിക്കാരൊക്കെ ഉണ്ട്. ഇപ്പം അവർക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് അവർക്ക് ഏകദേശമൊക്കെ ഒരു ജീവിച്ചു പോകുന്നതാണ്. എത്ര ഇച്ചിരി ശമ്പളം കൂടിയിട്ടുണ്ടെങ്കിലും അവരുടെ ആ റുട്ടീനായിട്ടുള്ള കാര്യങ്ങൾക്ക് വലിയ കാര്യമായിട്ട് മാറ്റം പറ്റും. ദേ വിൽ ഗോ ഓൺ. ഇപ്പോൾ വട്ടവർ ദേ ഗെറ്റ് അവർ ചിലപ്പോൾ പോയിട്ട് ഒരു ചിട്ടി ചേരും, അല്ലെങ്കിൽ മോളുടെ പേരിൽ കൊണ്ട് ഈ പൈസ കൊണ്ടിടും, അല്ലെങ്കിൽ മോളുടെ പേരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചിലവാക്കും. They will not save. The individual still consume, and hence consumption function is not entirely dependent upon income. അപ്പോൾ ഇൻകം ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ് കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻകത്തിന്റെ അടിസ്ഥാനം നമ്മൾ പറഞ്ഞ് ഇൻകം ആൻഡ് കൺസംഷൻ പോസിറ്റീവ്ലി റിലേറ്റഡ് ആണ്. അപ്പോൾ കൺസംഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എൻറ്റയർലി ഡിപ്പെൻഡിങ് ഓൺ ഇൻകം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇൻഡിവിജ്വൽസ് ആർ എക്സ്പെക്ട് കൺസംഷൻ ഫംഗ്ഷൻ ഈസ് നോട്ട് then it will lie between, in which it indicates that MPC is 0, consumption is not rising due to the rise in income. അപ്പോൾ when MPC is 0, അതായത് വരുമാനം വർദ്ധിച്ചിട്ടും പിന്നെ കൺസംഷൻ്റെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം കൺസംഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കാതെ മൊത്തമായിട്ട് സേവ് ചെയ്യാതെ അത് മൊത്തമായിട്ട് അവർ കൺസ്യൂം ചെയ്യുന്നതാണ്. അപ്പോൾ റൈസ് ഇൻ ഇൻകം when MPC is equal to 1. The consumption is rising by the same amount as rise in income. In other words, it means if C is 0, consumption is 0, then C is equal to C bar. അതിനകത്ത് നമ്മൾ പറയുന്നത് കണ്ട, കൺസംഷൻ കർവ് സ്റ്റാർട്ട്സ് ഫ്രം നോട്ട് ഫ്രം ഒറിജിൻ, ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം എ ലിറ്റിൽ ബിറ്റ് ഹയർ ദാൻ ദി ഒറിജിൻ. കാരണം എന്താണ്? കൺസംഷൻ 0 ഇൻകത്തിലും കൺസംഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, കടം മേടിക്കും, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാർഗങ്ങളിൽ അവരുടെ പഴയ സേവിങ്സ് അവർ തിരിച്ചെടുക്കും. അങ്ങനെ അവർ when consumption is equal to consumption into Y. Then ഇനിയാണ് ഇത് പറയാൻ പോകുന്നത്. We can find the level of saving in the economy from the consumption function. അപ്പോൾ ഈ കൺസംഷൻ ഫംഗ്ഷൻ എന്ന് നമുക്ക് സേവിങ് എന്താ എന്ത് മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. If the fraction C is consumed, then the remaining portion, അപ്പോൾ ഒരു ഭാഗം 10ൽ നിന്ന് ഒരു ഭാഗം നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ബാക്കി വരുന്നത് എന്താണ്? അപ്പോൾ 1 minus C should be saved because by assumption income is either consumed or saved. അപ്പോൾ കൺസ്യൂം ചെയ്യണമെങ്കിൽ I is equal to 0 ആവും. പക്ഷെ മൊത്തം കൺസ്യൂം ചെയ്യുന്നെങ്കിൽ എന്തുമാത്രമാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്, ഇൻകത്തിന് എന്തുമാത്രമാണ് കൺസ്യൂം ചെയ്യുന്നത്, ദാറ്റ് ഈസ് 1 minus C. Therefore യെസ് അതിന്റെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഓർ ഈക്വൽ ടു, സൈൻ നമ്പർ വരികയാണെങ്കിൽ അതിനെ പറഞ്ഞത് അപ്രോക്സിമേറ്റ്ലി ഓർ ഈക്വൽ ടു Y minus C, where S is equal to approximately or equal to Y minus C bar minus C into Y. Then S is equal to C bar plus 1 minus C into Y. This is the this algebraic formula അവർ തന്നിരിക്കുന്ന മോഡൽ. So saving is also an increasing function of income with the slope. So saving, കൂടുതൽ സേവ് ചെയ്യണമെങ്കിൽ നമ്മൾ പറഞ്ഞു കൂടുതലായിട്ട് വരുമാനം വേണം. ദാറ്റ് ഈസ് the marginal propensity to save, MPS, marginal propensity to consume under MPC. The marginal propensity to save means that portion of the income that portion of the increase in income that is saved is known as MPC. Is that portion of the increase in income which is consumed is known as MPC. That portion of the income increase in income which is saved is known as MPS, and MPS is also given by MPS 1 minus C. 1 minus C is consumption. That will give you the saving rate. So the negative intercept means
the block negative intercept, that is minus C, can be written as S bar. The saving is the saving function is given by, and then saving function, consumption function pole, saving function is equal to S is equal to S bar plus S into Y. Then income is the sum of the consumption and saving. Y is equal to C plus S. Y is the income, total income, consumption plus saving. Then dividing both sides by Y, we get Y by Y, C divided by Y plus S divided by Y. And in the equation, the ratio of consumption to income, CY, is called the average propensity to consume. The C by Y, the ratio of consumption to income. Income consume, that is known as the ratio, that is C by Y, is called average propensity to consume. Otherwise, S by Y. S is saving divided by Y will give you average propensity to save. Therefore, we can rewrite and then APC plus APS is equal to 1. Then relationship between consumption and aggregate demand. Aggregate demand aggregate between consumption and aggregate demand. Foreign sector, foreign government sector, foreign sector, absent. We have taken only two sector model. We are left with the consumption and investment of the two components of aggregate demand. Another aggregate demand is equal to C plus I. C bar is plus C into Y plus I bar is equal to aggregate demand. So another word. Then aggregate demand is equal to C bar plus I bar plus C into Y, or lastly, aggregate demand is equal to A bar plus C plus I. Explain where I is the planned investment, which is taken as fixed. Then C bar plus I is mentioned as A bar. C bar consumption bar, investment bar is total, it is taken as A bar in the above equation, where A is an autonomous expenditure. That means it does not depend upon income. Another autonomous expenditure, that means independent of income level. Then aggregate demand curve is obtained by vertically adding investment to the consumption curve, and investment is autonomous, it does not affect the slope of the consumption function. But an equilibrium equilibrium take place at the point E, and the output is YO. Here, then an investment is autonomous, slope of the consumption. Looking at the 5.3. Take this 5.3. This is a diagram that is being given. We get average aggregate demand curve. Equilibrium takes place at the point E with equilibrium level of output at OO and an equilibrium aggregate demand at ADO. This is ADO aggregate demand, and this is the equilibrium. And another parangadu, it is the equilibrium output. Output is given, the income and output YO, and aggregate demand is given by ADO. So on the left of YO, and on the right of YO, AD is not equal to left right YO, left right AD is not equal to Y. Equilibrium only at the point E. That is, in such cases, either the inventory is built up or it is run down. Inventory built up in demand inventory built up. Demand aggregate demand then inventory is run down. Equilibrium is maintained at the output level, where AD is equal to what? This is this line, 45-degree line, where E is the equilibrium line, equilibrium point. We have got to YO output and ADO demand. Equilibrium is maintained at the point, and as 45-degree line crosses AD curve, the Keynesian cross. Short note in the exercise, what is Keynesian cross?
Marakkar this point. What is this Keynesian growth? Where equilibrium maintained at the output level where AD is equal to Y. When AD is equal to Y, we have got the equilibrium level that is being maintained. As the 45-degree line crosses AD curve, if 45 line curve crosses AC curve, we will call it as the Keynesian cross. Then formula for equilibrium output. Okay, Y is equal to AD can be written as either where y is equal to A bar by C into Y. Y is equal to CY is equal to A bar. Y is equal to 1 minus C into A bar. Then equilibrium level of output and income O will equal to 1 minus C into A bar. Okay. First equilibrium is at the point E. The second equilibrium is at the point E1. But very explanation. We observe that MPC is the marginal propensity to consume denominator then we assign a negative sign. And Y and C are positively related. Y and C are positively related. And clearly, Y and A are also positively related. And given the intercept, what is the intercept? ഏതെങ്കിലും ഒരു ലൈൻ Y ആക്സിസോ X ആക്സിസോ കവർ ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്നത് ഇന്റർസെപ്റ്റ് എന്ന് പറയും. ദാറ്റ് മീൻസ് സ്റ്റോപ്പ്. ഞാൻ ഗൂഗിളിൽ സെർച്ച് ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ അതിന്റെ അർത്ഥം കൊടുത്തിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കത്തക്ക രീതിയിലാണെങ്കിൽ X ആക്സിസിനോ Y ആക്സിസിനോ ക്രോസ് ചെയ്യുന്ന ഏതൊരു ലൈനിനെ നമ്മൾ ഏതൊരു ഭാഗത്തിനെ നമ്മൾ പറയുന്നത് ഇന്റർസെപ്റ്റ് എന്ന് പറയുകയും ചെയ്യും. The steeper the aggregate demand, that is higher the MPC, will lead to higher income and output level. അപ്പോൾ MPC കൂടുതലാണെങ്കിൽ higher MPC, marginal propensity to consume കൂടുതലാണെങ്കിൽ it will lead to higher income and it will lead to higher level of output also. Similarly, higher intercept. What does that mean? Higher autonomous expenditure, while the MPC is constant, will lead to higher equilibrium output and higher income also. Then, equilibrium output and autonomous spending. Consumption is not based on income. It is an autonomous spending, autonomous expenditure. In case individuals spend a higher fraction of their additional income, it will influence the income level positively and output level will rise. Demand, aggregate demand, entrepreneurs will be induced to produce more and more. Higher consumption expenditure sends a signal to the producers. Higher income consumption expenditure produces a signal that more goods and services are spent and hence production is required to be increased. So if people will spend more and more or higher consumption expenditure coming forth, it is an indication to the producers to produce more and more because there are people who are waiting to buy these commodities. That is why higher the value of MPC leads to higher levels of output. And so marginal propensity increase in income consumption level that will lead to higher level of output and also it will lead to higher income also. Higher level of output means more employment will be generated for the various factors of production. Therefore, there is higher income. Higher income leads to higher demand. Higher demand will lead to greater production of various goods and services, and therefore the circular flow goes on. Okay. Then comes the multiplier. ഇതൊരു നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം ഒരു സ്റ്റാർട്ടപ്പോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബിസിനസ്സുകാരോ ഒരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ അവർ മൂലധനമൊക്കെ വളരെ അധികം കൂടുതലായിരിക്കില്ല. They will start production with a humble capital. പക്ഷെ ആസ് ബിസിനസ് ഗോസ് ഓൺ നമുക്കറിയാം it will actually grow by itself. പിന്നെ കോടികളുടെ ടേൺ ഓവർ ആയിരിക്കും അവർ വരുന്നത്. കാരണം എന്താ, ₹1 നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ ₹1 കിട്ടുന്നത് അതിന്റെ 5 മടങ്ങോ 8 മടങ്ങോ 10 മടങ്ങോ ഇറ്റ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ ലെവൽ, ഇറ്റ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ ഏരിയ ഇൻ വിച്ച് യു ആർ ആക്ച്വലി എൻഗേജ്ഡ് ഇൻ.
ഒരു രൂപ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ അയാൾക്ക് 1 രൂപയുടെ റിട്ടേൺ കിട്ടും. യു മേ ഗെറ്റ് ഹ്യൂജ് പ്രോഫിറ്റ്സ്. അങ്ങനെ പറഞ്ഞത് എത്ര മടങ്ങ് കണ്ടാണ് നിക്ഷേപം വർദ്ധിക്കുന്നത്, അതാണ് ഇതിന്റെ ചുരുക്കത്തിൽ പറഞ്ഞത് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. സോ investment leads to increase in production capacity, and therefore output also increases. Aggregate output and aggregate income of the economy, നമ്മൾ പറഞ്ഞു aggregate output aggregate income ഒരു economy same ആണ്. Therefore, how much equilibrium level of income rises if autonomous spending rises by 1? So, autonomous means പിന്നെ മറ്റ് പ്രേരണയില്ലാതെ സ്വയം ആയിട്ട് ഓട്ടോണമസ് ആയിട്ട് ഒരു കുറെ എക്സ്പെൻഡിച്ചർ സ്പെൻഡിങ് എടുക്കുകയാണെങ്കിൽ എന്തുമാത്രം, ഹൗ മച്ച് ദ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം ഇഫ് ഓട്ടോണമസ് സ്പെൻഡിങ് റൈസസ്. ഓട്ടോണമസ് ആയിട്ട് സ്പെൻഡിങ് നമ്മൾ റൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻകം എന്തുമാത്രമായിട്ട് ഇത് ചെയ്യാൻ പറയും. If the autonomous demand of spending rises by 1 rupee, then at equilibrium the level of income shall also rise by 1 rupee, but not in the case we discussed below. അപ്പോൾ 1 രൂപ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 രൂപയുടെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നു. പക്ഷെ പലപ്പോഴും 1 രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ 1 രൂപയുടെ ഇൻകം അല്ല ജനറേറ്റ് ചെയ്യുന്നത്, 1 രൂപയുടെ വരുമാനമല്ല പിന്നെ ജനറേറ്റ് ചെയ്യുന്നത്. ഇത് ഡിഫറെൻ്റ് ആയിട്ടല്ല. The output increases by 1 to match the rise in autonomous spending. ഓട്ടോണമസ് ആയിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ, ഓട്ടോണമസ് മീൻസ് മനസ്സിലായോ, ആരുടെയും പ്രേരണ കൂടാതെ സ്പെൻഡിങ്ങിനെ പറഞ്ഞാൽ ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ദിസ് റൈസ് ഇൻ ഔട്ട്പുട്ട് ആൻഡ് ഇൻകം ഇൻ ടേൺ ഗീവ്സ് റൈസ് ടു ഇൻക്രീസ്ഡ് സ്പെൻഡിങ് ആസ് കൺസംപ്ഷൻ റൈസസ്. ഇത് പറഞ്ഞ എൻ്റെ കാര്യം തന്നെ പറഞ്ഞത്. ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട് ആൻഡ് ടോട്ടൽ റൗണ്ട്. ഫസ്റ്റ് കേസ് ആണ് ഇത്. ഓക്കെ, സെക്കൻഡ് റൗണ്ട് നോക്കിയേ. സി ഇൻറ്റു ഡെൽറ്റ എ ബാർ, C into delta A bar. It will give you total increase in income, C into delta A bar plus C into delta A bar plus that is equal to 1 plus C plus delta AR. അതേപോലെ തന്നെ മൂന്നാമത്തെ റൗണ്ടിൽ പോകുമ്പോഴും അല്ലേ, ആദ്യം C into C delta A bar, again C into C delta A bar, that will give you C2 delta A bar, and that you know it will give you delta A bar plus C into delta A bar plus C2 into delta A bar, that is equal to 1 plus C plus C2 and delta A bar. Then the total is known as, later on the multiplier in the definition നമ്മൾ പറയും minus 1 minus C into delta A bar. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ വർഷങ്ങളെടുക്കും. The induced expenditure would be C into delta A bar. That means production increases further to meet this induced expenditure. ജനങ്ങൾ കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ പ്രൊഡക്ഷൻ അതനുസരിച്ച് ഗണ്യമായിട്ട് വർദ്ധിക്കും. Therefore, but now the output and income have increased by delta A bar plus del C into delta A bar. That is 1 by C into delta A bar, and this will give rise to the induced expenditure and so on. Okay, now let us come to cumulative change in aggregate spending. This portion, I am going to take this portion, and this is the multiple, the definition or the equation for the multiple. Cumulative change in aggregate spending is thus equal to multiple of increase in autonomous spending and the multiple is delta Y divided by delta is equal to 1 by 1 minus C. മറക്കരുത്, ആ ഫോർമുല മറക്കരുത്. This multiple is called the multiplier. 1 രൂപ നമ്മൾ നിക്ഷേപം നടത്തിയിട്ടുണ്ടെങ്കിൽ എത്ര മടങ്ങ് കണ്ട് അത് വർദ്ധിക്കും, അതിൻ്റെ ഫോർമുലയാണ് ഡെൽറ്റ വൈ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഡെൽറ്റ എ ഈസ് ഈക്വൽ ടു 1 minus 1 divided by 1 minus C. ഇത് നിങ്ങൾക്ക് പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ ഈ ഫോർമുല വെച്ചായിരിക്കണം നിങ്ങൾ പ്രോബ്ലം ചെയ്യേണ്ടത്. The multiplier is the amount by which equilibrium output changes when autonomous AD increases by 1 unit. അപ്പോൾ multiplier is the amount. ഇതെന്താണിത്? Multiplier is the amount by which equilibrium output changes when autonomous AD increases by 1 unit, and it is denoted by alpha is equal to 1 by 1 by C. അപ്പോൾ നമ്മൾ 2 sector മോഡലിലാണ്, ക്ലോസ്ഡ് 2 sector ക്ലോസ്ഡ് ഇക്കോണമിയാണ് നമ്മൾ ഹൗസ് ഹോൾഡ് ആൻഡ് ഫേംസ്. ബട്ട് ഇവിടെ നമ്മൾ ഗവൺമെന്റിനെയോ ഫോറിൻ ട്രേഡിനെയോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. ആൻഡ്
government name, otherwise than a foreign trade name, include the formula will change, and that is this formula. C is equal to 0.15, that is equal to alpha is equal to 1.1 minus 0.5, that is equal to 2. Then C is equal to 0.4 alpha 1 divided by 1 minus 0.4, that will give you 1.66. Then if C is equal to 0.25 alpha is equal to 1 divided by 1 minus 2, 0.25. Then if C is equal to 0.6 alpha will give you 1 divided by 1.6, that is equal to 2.5. That means higher the C, higher will be the alpha. Higher the C, let us now find the value of multiplier, that is higher the C, the consumption, then it will lead to higher alpha. That diagrammatically, higher C means steeper AD, and we already have discussed steeper AD and means higher Y. Okay. In the figure 5.6, let us find out the impact of an increase in aggregate demand on equilibrium and output. Aggregate demand increases from AD to AD1 due to increase in the autonomous component, that is autonomous expenditure. Aggregate demand increases from AD to AD1, the component from A to A1. This is the A to A1. So aggregate demand, yes, aggregate demand increases from AD to AD1 or from A to A bar 1. And there is an increase in the autonomous investment due to which autonomous component increases. The equilibrium point, original equilibrium point is at E, and because of this, the equilibrium point shifts from E to E1. Therefore, they note that AD is equal to A bar plus C plus Y, C into Y, and AD1 is equal to A bar 1 into plus C1 plus A, where A1 bar is greater than A. A1 bar is greater than A, and that E and P, that E dash P is the change in the autonomous spending, that is A divided delta A bar, and while EP1 is the change in the aggregate demand, that is delta AD. And change in output level, that is a change in the Y, is the difference between Y1 and output level has changed between Y1 and Y0. Then change in equilibrium output is equal to the change in the aggregate demand. Looking at the change in the aggregate demand, we have got a formula here. Okay. Then investment multiplier. Autonomous investment is part of autonomous spending and expenditure. That is hence change in investment bar I will lead to multiplier effect on the equilibrium level of income and out. So whenever there is a change in investment, it will lead to a multiplier effect on the equilibrium of level of both income and output. The whole analysis remains the same. The whole analysis remains the same as mentioned in the previous subsection, but to simplify, calculate the change in income due to change in investment, and we use the following formula, that is change in YO is equal to 1 by 1 minus C into change in investment. This is numerical example. Okay. Then limitations of multiplier. Income increases much more than the initial investment because of the multiplier. നിക്ഷേപം നടത്തുന്ന രീതിയിൽ വലിയൊരു തോതിലാണ് എന്താണ് much more than the initial investment because of the multiplier. There are certain limitations. എന്തെല്ലാമാണ് limitations എന്ന് പറയുന്നത്? Aggregate output of an economy cannot be more than the full employment level of output. Aggregate output of an economy. Full employment level കൂടുതലായിട്ട് കാരണം output level, full employment, thus output, income and employment can expand till the economy has unutilized resource. അപ്പോൾ ഒരു രാജ്യത്തിൽ ഔട്ട്പുട്ട് വർദ്ധിക്കണോ, വരുമാനം വർദ്ധിക്കണോ, എംപ്ലോയ്മെന്റ് വർദ്ധിക്കണോ, എപ്പോഴാണ് സാധിക്കുന്നത്? രാജ്യത്തിന് ധാരാളമായിട്ട് ഉപയോഗിക്കാത്ത വിഭവങ്ങൾ വേണം.
വിഭവം എന്നാൽ എല്ലാ വിഭവങ്ങളും, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. അല്ലാണ്ട് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞെങ്കിൽ ലേബറിന്, തൊഴിലാളികൾക്ക് മാത്രം തൊഴിൽ കിട്ടുന്ന, എല്ലാവർക്കും തൊഴിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫുൾ എംപ്ലോയ്മെന്റ് ആവില്ല. When all the resources are fully employed, we have got a full employment. Then it is implicitly assumed that the income received is spent on consumption or saved in financial institutions. നമുക്കറിയാലോ, നമ്മളുടെ മിച്ചമുണ്ടെങ്കിൽ ബാങ്കുകൾ അതുപോലത്തെ സ്ഥാപനങ്ങളിലോ കൊണ്ടുപോയി നിക്ഷേപിക്കും. ഇതാണ് നമ്മളുടെ അസംഷൻ. If income received is not spent at any subsequent stages but kept idle cash in hand, then the value of multiplier will decrease. നമ്മൾ പറഞ്ഞ എന്താണ്, യാതൊരു ലീക്കേജും ഇല്ലാതെ ₹1 സ്പെൻഡ് ചെയ്യുമ്പോൾ അതനുസരിച്ച് തന്നെ അത് ഫ്രീ ആയിട്ട് അത് ഫോളോ ചെയ്തതിൽ മാത്രമേ, നേരെ മറിച്ച് വരുമാനത്തിൽ ഇൻക്രീസ് കിട്ടുമ്പോൾ നമ്മൾ ബാങ്കിലോ മറ്റ് സ്ഥാപനങ്ങളോ കൊണ്ടുപോയി നമ്മൾ മിച്ചം വെച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതെ നമ്മുടെ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ, എവിടെ വെച്ചാണ് നമ്മൾ കൈവശം വെക്കുന്നത് അവിടെ വെച്ച് നമ്മുടെ മൾട്ടിപ്ലയറിന്റെ ആ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്ലോ അവിടെ വെച്ച് നഷ്ടമാകുകയും ചെയ്യും. Then C, it is assumed that there is no shortage of consumption goods in the economy. ഷോർട്ടേജ് കൺസംഷൻ ഗുഡ്സിന് യാതൊരു കാരണം വെച്ചാൽ യാതൊരു ഷോർട്ടേജ് ഉണ്ടാവില്ല. ദാറ്റ് ഈസ് ദ അഗ്രിഗേറ്റഡ് ഡിമാൻഡ്. If there is a shortage of consumption goods, the household or the individuals who are the income recipients will not be able to spend on consumption. അപ്പൊ ആവശ്യത്തിന് ഇതില്ലെങ്കിൽ നമുക്ക് സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾക്ക് പോയി സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊന്നുമില്ല. അപ്പൊ ആവശ്യത്തിന് കൺസംഷൻ ഗുഡ്സ് വേണം. എന്നാൽ മാത്രമേ വരുമാനത്തിന്റെ MPC, വരുമാനത്തിന്റെ കൂടുതൽ കിട്ടുന്ന വരുമാനത്തിന്റെ നല്ലൊരു ഭാഗം അവര് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. It will result in a decline in MPC and hence the multiplier also. Then നാലാമത്തേത്, it is assumed that there is no time lag between income received and expenditure incurred. ഇൻകം കിട്ടുമ്പോൾ തന്നെ തന്നെ ശമ്പളം കിട്ടുമ്പോൾ തന്നെ ഓടി നേരെ പോയി നിരന്ന് നിന്ന് സാധന സേവനങ്ങൾ മേടിക്കുന്നത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. കാരണം വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഭാര്യ എടുത്ത് ചിലവാക്കുന്ന വിചാരിച്ചാൽ, അല്ലെങ്കിൽ ഭർത്താവ് എടുത്ത് ചിലവാക്കുന്ന കൊണ്ട് ചില ഭാര്യമാരെ ഭർത്താക്കന്മാരുണ്ട് അന്ന് തന്നെ പോയി സാധനങ്ങൾ മേടിക്കും. അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ്, അല്ലെങ്കിൽ പിള്ളേരെ എടുത്തുകൊണ്ട് പോകും, അല്ലെങ്കിൽ പിള്ളേർ വിദ്യാഭ്യാസം, അപ്പോൾ ചിലപ്പോൾ ചാപ്പാട് കഴിക്കാൻ പൈസ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഉള്ള അവസ്ഥ എല്ലാ കുടുംബങ്ങളിലും ഇല്ല. Sometimes there is a time lag, that means interval between the receipt of income and spending of it, and similarly between the spending and its reappearance and as income. ഇന്നിപ്പോ ചെലവാക്കിയിട്ട് അപ്പൊ തന്നെ നമ്മുടെ കൈവശം പിന്നെ വീണ്ടും വരില്ല. മനസ്സിലായോ? അതേപോലെ തന്നെ there is a time lag between receipt, ഇൻകം കിട്ടിയിട്ട് അപ്പൊ തന്നെ സ്പെൻഡ് ചെയ്യുന്നതിന് കുറെ സമയം എടുക്കും. ചിലപ്പോ ഇന്ന് കിട്ടിയിട്ട് ചിലപ്പോൾ 5-ാം തീയതി 8-ാം തീയതി ആയിരിക്കും ചിലപ്പോൾ പോയി സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. 1-ാം തീയതി കിട്ടുന്ന ശമ്പളം. If the time lag is very long, there is a decrease in the level of expenditure on consumption. Time lag അതിന്റെ അർത്ഥം കുറെ നാളുകളായിട്ട് കൺസംഷൻ നടത്തുന്നില്ല, കൺസംഷൻ എക്സ്പെൻഡിച്ചർ കൂടുതലായിട്ട് വന്നിട്ടില്ല. Therefore, in subsequent periods, this will lead to smaller value of multiplier. Then it is assumed that there is idle production capacity in the economy and there is no increase in the prices due to increase in aggregate demand. ഇതാണ് assumption. അതായത് there is idle production capacity, അതായത് വിഭവങ്ങൾ ധാരാളം ഉണ്ട്, ഐഡിയൽ ആയിട്ട് കിടപ്പുണ്ട്, and there is no increase in price. Your multiplier also will be affected. Despite these limitations, the investment multiplier is an important tool of എന്താണ് analysis എന്ന് പറയുന്നത്. Okay, this is നമ്മുടെ കെയ്നീഷ്യൻ മോഡൽ. ഇച്ചിരി സ്പീഡിലാണ് എടുത്തത്, കാരണം 10 ക്ലാസ് ഉണ്ട്, എനിക്ക് 4 ക്ലാസ് കഴിഞ്ഞ് ഇനിയുണ്ട്. ഇപ്പൊ എത്രാമത്തെ ചാപ്റ്റർ എടുക്കുന്നത്? 5-ാമത്തെ ചാപ്റ്ററാണ്. ഇനി 4 ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് 5 ചാപ്റ്റർ ഇനിയും തീർക്കണം. ഓക്കെ, നാളെ നമുക്ക് ഈ സമയത്ത് ഇതേ സമയത്ത് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.